കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലുള്ള ഉപ്പുവെള്ളക്കെടുതിക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതി ആരംഭിക്കുമെന്ന് എം വിജിൻ എംഎൽഎ. പ്രദേശം ഇതിനോടകം തന്നെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പഠനം നടത്തുമെന്നും എംഎൽഎ കണ്ണൂർ വിഷനോട് പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ പലയിടത്തായി ഉപ്പുവെള്ളക്കെടുതി രൂക്ഷമായിരുന്നു. കണ്ണപുരം പഞ്ചായത്തിലെ അയ്യോത്തുവയൽ, ചെറുകുന്നിലെ താവം, മുട്ടിൽ, പള്ളിക്കര പ്രദേശം, മാട്ടൂരിലെ തെക്കുംപാട്, ഏഴോം പഞ്ചായത്തിലെ അടുത്തില, പട്ടുവം പഞ്ചായത്ത് തുടങ്ങിയിടങ്ങളിൽ ഏക്കർ കണക്കിന് നെൽവയലുകളും മറ്റ് കൃഷിയുമാണ് ഉപ്പുവെള്ളം കയറി നശിച്ചത്. നെല്ല്, ഉഴുന്ന്, പയർ, പച്ചക്കറി കൃഷികൾക്ക് ഉപ്പുവെള്ളം ഭീഷണിയായി മാറി. കുടിവെള്ള സ്രോതസ്സും മലിനമായ അവസ്ഥ. കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ശാശ്വത പരിഹാരം വേണമെന്നത് കർഷകരുടെ നിരവധി നാളുകളായുള്ള ആവശ്യമാണ്. ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. പക്ഷെ ഇത്തവണ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വേലിയേറ്റം, ഒരു പ്രതിഭാസം അത് കൂടുതലായിട്ട് കണ്ണപുരത്തുണ്ടായി. ചെറുകുന്നിലും അതുപോലെ തന്നെ മാടായി, മാട്ടൂൽ, ഏഴോം, അതോടൊപ്പം തന്നെ ചെറുതാഴത്തുണ്ടായി. നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ പട്ടൂർ എല്ലാ പ്രദേശങ്ങളിലും ആ പ്രതിഭാസം ഇത്തവണ മുൻപത്തേക്കാൾ ഉണ്ടായി. അതൊരു വലിയ പ്രതിസന്ധി കൂടിയാണ്. പ്രത്യേകിച്ച് കർഷകർ, പിന്നെ കിണറുകളിലേക്ക് ഉൾപ്പെടെ ഉപ്പുവെള്ളം വരുന്നൊരു പ്രശ്നമുണ്ടായി. അപ്പൊ അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി തന്നെ നമ്മൾ കണ്ടത്. നേരത്തെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഇവിടെ സന്ദർശിച്ചിരുന്നു. കേരള നിയമസഭയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷൻ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയുമായി തന്നെ ഞാൻ നടത്തി. അതിൽ പ്രധാനമായിട്ട് ഇവിടുത്തെ ഒരു ആവശ്യം, നമ്മൾ ഇരിണാവിലെ നമ്മുടെ ഇപ്പോൾ ഉപയോഗശൂന്യമായി നിൽക്കുന്ന നമ്മുടെ പഴയ ഡാം, ഇരിണാവ് ഡാമിന്റെ ഷൾട്ടർ അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റുണ്ടാവുമെന്നാണ് കർഷകരുടെ ഒരു അഭിപ്രായം വരുന്നത്. അപ്പോൾ നിയമസഭയിൽ ഞാൻ പ്രധാനമായിട്ടും അതിനൊരു ഷൾട്ടർ സ്ഥാപിക്കണം എന്നൊരു ആവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുവെള്ള പ്രതിരോധത്തിനുള്ള പദ്ധതികൾ നമുക്കിപ്പോൾ 4 കോടി പദ്ധതി നമ്മുടെ മണ്ഡലം നടക്കുന്നുണ്ട്. ഇരിണാവ് ഡാമിന് ഷട്ടർ സ്ഥാപിക്കാനുള്ള നടപടിയും ഉണ്ടാവും. ഉപ്പുവെള്ളക്കെടുതി നേരിടുന്ന സ്ഥലം ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചിരുന്നു. ശാസ്ത്രീയമായ പഠനം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിനുശേഷം വിശദമായ പദ്ധതി വിഭാവനം ചെയ്യുമെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.